ഇന്ന് നമ്മൾ കോവയ്ക്കയും പരിപ്പും ഉപയോഗിച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയല്ലോ. അതിനായി ഞാനിവിടെ ഒരു 1/4 കിലോ കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു തക്കാളി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണേ. ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവയ്ക്കെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മല്ലിപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി കലർന്നതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇടാണ്ടിരുന്നത്. നിങ്ങൾ തീർച്ചയായും ഇടണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. അവസാനമായി കടുകും കൂടി വറുത്താൽ അടിപൊളി കറി റെഡിയായി. ഇന്ന് നമ്മൾ കോവയ്ക്കയും പരിപ്പും ഉപയോഗിച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയല്ലോ. അതിനായി ഞാനിവിടെ ഒരു 1/4 കിലോ കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു തക്കാളി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണേ. ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവയ്ക്കെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മല്ലിപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി കലർന്നതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇടാണ്ടിരുന്നത്. നിങ്ങൾ തീർച്ചയായും ഇടണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. അവസാനമായി കടുകും കൂടി വറുത്താൽ അടിപൊളി കറി റെഡിയായി.